അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, രണ്ടുമുണ്ട്. കാരണം ഒരു പാട്ടുകാരൻ ഇൻ്റർവ്യൂ നടത്തി സ്റ്റാർ സിംഗറിൽ വരുന്നു, അദ്ദേഹം പെർഫോം ചെയ്യുന്നു, ഒരു 6 സ്റ്റേജ് പോകുമ്പോഴത്തേക്ക് ഞാൻ ഒരു 10-12 വർഷം സിനിമയെ പാടിയതിൻ്റെ എഫക്റ്റാണ് 6 മാസം കൊണ്ട് ആ വ്യക്തിക്ക് കിട്ടുന്നത്. ഇവരുടെ മനസ്സിൽ അഹങ്കാരം പൊട്ടിമുളച്ചാൽ ഇവരുടെ ലൈഫ് അവിടെ തീരുകയാണ്. ഇവിടെ 99% സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യമാണ്. ഫസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ സെക്കൻഡ് കിട്ടി, തേർഡ് കിട്ടി, ഫോർത്ത് കിട്ടി വരുന്ന കുട്ടികൾ 2007 2008 2009 എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ അവരാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് പറയാറുള്ളതാണ്, അവർ 2-3 മാനേജറെ വയ്ക്കാതെ നേരിട്ട് ഫോണെടുത്ത് വളരെ അവർക്ക് SMS അയച്ച ഒരു വിഭാഗം ഇവിടെ ഉണ്ട്, അവരുടെ SMS-ലൂടാണ് അല്ലെങ്കിൽ അത് ഒരു ഭാഗമാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട് വളരെ ഭവ്യതയോടുകൂടി അഹങ്കാരമില്ലാതെ പെരുമാറിയാൽ അവർക്കൊരു ഫ്യൂച്ചറുണ്ട്. ഷോ അതിനകത്ത് തന്നെ ഉണ്ടല്ലോ, ഷോയാണിത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ യഥാർത്ഥമായിട്ടുള്ള ഒരു സെറ്റപ്പാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ TV എന്ന് പറയുന്ന മാധ്യമത്തിൽ വീട്ടിലിരുന്ന് കാണുന്ന കുടുംബക്കാർക്ക് അല്പം തമാശ, അല്പം ദുഃഖം, കളിയാക്കുകയല്ലിത്. ഞങ്ങൾ മനഃപൂർവ്വം, അത് അവിടുത്തെ കണ്ടസ്റ്റൻസിനറിയാം, ഞങ്ങൾ കളിയാക്കുന്നില്ല. ഇപ്പം ഞാൻ പറയട്ടെ, വേട്ടാവളിയെന്ന് വിളിച്ചിട്ട് ഞാൻ രാഹുലിനെ ഒരുപാട് പറഞ്ഞു. ആദ്യമൊക്കെ അവനിങ്ങനെ ആണോ സാർ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ജനങ്ങൾ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീകുമാറെ കുറച്ച് അതിര് കിടക്കുന്നുണ്ട്, പാവം ഒരു ചെറുക്കനെ താങ്കളിട്ട് ക്രൂശിക്കുകയാണെന്ന്. ഒടുവിൽ ഈ പറഞ്ഞ പ്രസ്തുത വ്യക്തികൾക്ക് വെളിയിൽ നിന്ന് വിളിച്ച് ജനങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ സ്നേഹം എനിക്ക് ഇവൻ്റെ അടുത്തായിരുന്നു, VVയുടെ അടുത്തായിരുന്നു എന്നുള്ളത്. അത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. ഇന്ന് വരെ എൻ്റെ റിയാലിറ്റി ഷോ കണ്ടിട്ടുള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പന്തിയിൽ പക്ഷാഭേദമേ ഇല്ല. ആര് ആ സ്റ്റേജിൽ കറക്റ്റായിട്ട് പാടുന്നുണ്ടോ അവർക്ക് എൻ്റെ മാർക്ക് കൊടുക്കും. ഇനി അടുത്തിരിക്കുന്ന ആൾക്കാർ 2 മാർക്ക് കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കില്ല.